വട്ടയപ്പം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ചെയ്യുന്നത്. അതിനായിട്ട് ഒരു മിക്സിയുടെ വലിയ ജാറിലേക്ക് 1.5 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പത്തിന് ഇടിയപ്പത്തിന് എടുക്കുന്ന അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1.5 കപ്പ് തേങ്ങ ചെരുകിയത് ചേർത്ത് കൊടുക്കുക. ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ചോറ് ചേർത്ത് കൊടുക്കുക. കാൽ കപ്പ് അവിൽ വെള്ളത്തിലിട്ട് കുതിർത്തിയത് ചേർത്ത് കൊടുക്കുക. 5 ഏലക്ക തൊലി കളഞ്ഞത് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അരച്ചെടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അടിയിലുള്ള കട്ടകളൊക്കെ ഒന്ന് ഇതാക്കി കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കുക മിക്സിയുടെ ജാറിൽ. നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കുക. നമ്മുടെ മാവ് ഇതുപോലെ ഇരിക്കണം. അതിന് ശേഷം 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. 1.5 മണിക്കൂറിന് ശേഷം നമ്മുടെ മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. പതുക്കെ ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഒരു പാത്രത്തിൽ എണ്ണ തടവിയതിന് ശേഷം അതിലേക്ക് മാവ് കോരി ഒഴിച്ച് ആവിയിൽ വേവിച്ചെടുക്കുക. നമ്മുടെ വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പമാണ്. തണുത്തതിന് ശേഷം പാത്രത്തിൽ നിന്നും നമുക്ക് വിരിച്ചെടുക്കുക. വട്ടയപ്പം കട്ട് ചെയ്തെടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്പഞ്ചി ആയിട്ടുള്ള വട്ടയപ്പമാണ് കിട്ടിയിരിക്കുന്നത്. എല്ലാവരും ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കണം.